എന്റെ മോന്റെ ജീവിതത്തിൽ ഇനി ആ പെണ്ണുണ്ടാവരുത്. ഓക്കെ. ആരാ? നീ ഒരു ചെക്കനെ പ്രേമിക്കുന്നില്ലേ? നിർത്തിക്കോ അത്. നിങ്ങളാരാ? ഞാൻ ആരെന്നുള്ളതല്ല, നിന്റെ പേര് രചന എന്നല്ലേ? നിനക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ, പേര് സ്മിത. പറയുന്നത് കേട്ടോ, ഇനി നീ അവനെ കാണാനോ സംസാരിക്കാനോ നിന്ന പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. നിന്നെ പോലെ ഒരു ഗതിയില്ലാത്ത കുടുംബത്തിന് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധമല്ല അത്. സാർ, നിങ്ങളാരാ? എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയുടെ അനുഗ്രഹത്തോടെ വിഷ്ണുവിനെ കല്യാണം കഴിക്കണമെന്നാ എന്റെ ആഗ്രഹം. അമ്മയുടെ അനുഗ്രഹത്തോടെ കല്യാണം കഴിക്കണോ? അതിനമ്മ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? എനിക്ക് എന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം. ആ, സംസാരിക്ക്. ചെറുപ്രായല്ലേ, ആയുസത്തു മുന്നേ ജാതകം കത്തിക്കണ. ആ അമ്മേ, ഞാൻ നിധിയുടെ കൂടെ ഒന്ന് പുറത്തു വന്നതാ. അപ്പൊ കയ്യില് രുദ്രാക്ഷൊക്കെ കിട്ടിയ ഒരു ജോത്സ്യനെ കണ്ടു. ഇത് സ്റ്റൈല. അദ്ദേഹം പറയുന്നത് ഞാൻ വിഷ്ണുവിനെ ലവ് ചെയ്യുന്നത് എന്റെ ജീവൻ ആപത്താന്നാ. അതുമാത്രല്ല, അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ജീവനും ആപത്താന്നാ പറയണേ. എനിക്ക് പേടിയാവണമ്മേ. അല്ലമ്മേ, അദ്ദേഹം സാധാരണ ഒരാളല്ല. എന്റെ പേര് എന്റെ കണ്ണി നോക്കി പറഞ്ഞു, അമ്മയുടെ പേരും പറഞ്ഞു. അതുമാത്രല്ല, നമ്മളൊരു ഗതിയില്ലാത്തവരാന്ന് വരെ മനസ്സിലാക്കി. എന്നാ ശരി അമ്മ. അമ്മ എന്ത് പറഞ്ഞു? അമ്മ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു.